പത്തനംതിട്ടയിലെ വിവാദ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ സഹായി പാസ്റ്റർ പ്രിൻസിനെതിരായ ലൈംഗിക ആരോപണം പുറം ലോകത്തെ അറിയിച്ച വീട്ടമ്മയ്ക്ക് വധഭീഷണി. പാസ്റ്റർ പ്രിൻസ് വീട്ടമ്മയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. പ്രാർത്ഥനയ്ക്കെത്തിയ സ്ത്രീയെ പ്രിൻസ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചത് വീട്ടമ്മ ജനം ടിവിയോട് വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ബിനു വാഴമുട്ടത്തിന്റെ ശിഷ്യനാകുമല്ലോ സ്വാഭാവികമായും പാസ്റ്റർ പ്രിൻസ്. അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് പാസ്റ്റർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പക്ഷേ ആ വീട്ടമ്മയ്ക്കെതിരെ വധഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് പ്രിൻസിന്റെ മാനസികാവസ്ഥ എത്തിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ. നിലിമ, ഇന്നലെയാണ് നമ്മൾ ജനം ടി വി ഈ ലൈംഗിക അതിക്രമ വാർത്ത പുറത്തുവിട്ടത്. അതായത് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വീട്ടമ്മയെ അവിടെയുള്ള ബിനു വാഴമുട്ടത്തിന്റെ സഹായിയായിട്ടുള്ള പാസ്റ്റർ പ്രിൻസ് ഈ രീതിയിൽ വീട്ടിലെത്തി പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞ് സമീപിക്കുകയും തുടർന്ന് അവരുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ പ്രാർത്ഥനയ്ക്കെന്ന വ്യാജേന അവിടെ എത്തിയതിനു ശേഷം ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ വീട്ടമ്മയുടെ പരാതി. വീട്ടമ്മയുടെ ശബ്ദ സന്ദേശം അടക്കം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നതാണ്. അയാൾ പലതവണ അതിനുശേഷവും ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേ എന്നുള്ളതാണ് വീട്ടമ്മ പറയുന്നത്. അതിനുശേഷം പോലീസിൽ പരാതി നൽകിയിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ ജനം ടിവിയിലൂടെ വെളിപ്പെടുത്തൽ നടത്താനായിട്ട് അവർ നിർബന്ധിതമായത്. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഭീഷണിയുമായിട്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ പ്രിൻസ് എന്ന് പറയുന്ന പാസ്റ്റർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരിയായിട്ടുള്ള വീട്ടമ്മയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു സ്ത്രീയെയാണ് ഇയാൾ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവർ മുഖേനയാണ് ജനം ടിവിക്ക് വാർത്ത ലഭിച്ചത് എന്നുള്ളതാണ് ഇയാൾ ആരോപിക്കുന്നത്. അങ്ങനെ വധഭീഷണി അടക്കം ഇയാൾ മുഴക്കുകയാണ്. വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള മറ്റൊരു വനിതയ്ക്ക് നേരെ ഇയാൾ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. അതായത് തന്നെ എതിർത്തവരാരും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നില്ല, നീ ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ഓർക്കണം എന്നതടക്കമുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള വധഭീഷണിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൊന്നുകളയും എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങളാണ് ഇയാൾ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ സ്ക്രീൻഷോട്ടുകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇയാൾ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഗുണ്ട വിളയാട്ടം എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കാവുന്ന നടപടികളാണ് ഈ എലോഹിം വർഷിപ്പ് സെന്ററും അതുമായി ബന്ധപ്പെട്ട പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇയാൾക്കെതിരെ വീട്ടമ്മ നൽകിയിട്ടുള്ള ലൈംഗിക അതിക്രമണ പരാതിയിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ്. കൊല്ലം റൂറൽ എസ് പിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് വീട്ടമ്മ പരാതി നൽകിയിരുന്നത്. മാസങ്ങളോളം കഴിഞ്ഞു, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ ഈ രീതിയിൽ വധഭീഷണിയുമായിട്ടടക്കം ഇയാൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിനെതിരെയും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനും അയാളുടെ എലോഹിം സ്ഥാപനത്തിനുമെതിരായിട്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ നൽകി കഴിഞ്ഞിട്ടുണ്ട്, നാട്ടുകാരുൾപ്പെടെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എതിരെ പോലീസ് വളരെ നിസ്സംഗതമായിട്ടുള്ള ഒരു ഭാവമാണ് അല്ലെങ്കിൽ നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇവരെ എതിർക്കുന്നവരെയും ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെയും കൃത്യമായിട്ട് കള്ളപ്പരാതി ലഭിച്ചതിന് അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പോലീസ് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആതിരയ്ക്കെതിരെ രാത്രിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3 കേസാണ് ഇപ്പോൾ അവർക്കെതിരെ, ആ വനിതയ്ക്കെതിരെ, ആ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ആതിരയ്ക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരെ കള്ളക്കേസിൽ കുടുക്കുന്നു, FIR ഇടുന്നു അടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ട് തുടരുന്നു. അതേസമയമാണ് ഈ അഴിമതികളും അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒപ്പം ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാസ്റ്റർമാർ, വഴിവിട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാസ്റ്റർമാർക്കെതിരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനിയും ഉണ്ടാകാത്തത്. നാട്ടുകാരടക്കം പരാതികൾ നൽകിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിന് കാരണം കൃത്യമായിട്ട് ഈ ബിനു വാഴമുട്ടം അടക്കമുള്ള പാസ്റ്റർമാരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. മുഖ്യമന്ത്രി PD സതീശൻ ഉൾപ്പെടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ തന്നെ ഇയാൾക്ക് വലിയ അടുത്ത ബന്ധം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. എന്തായാലും ആ രാഷ്ട്രീയ സ്വാധീനങ്ങൾ തന്നെയാണ് ഇയാളെ സംരക്ഷിച്ച് നിർത്തുന്നത്. ഇയാളുടെ സ്ഥാപനത്തിലെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികളെ പോലും ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ട് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ജനം ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ രീതിയിൽ പാസ്റ്റർ പ്രിൻസ് ഭീഷണിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ കർശനമായിട്ട് നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് വലിയ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ DYSPയെ കണ്ടിരുന്നു.
നടത്തിയിരുന്നു. അവർ കഴിഞ്ഞ ദിവസം പാസ്റ്റർക്കെതിരായിട്ട് ബിനു വാഴമുട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പോലീസിനെ കാണുകയുണ്ടായത്. ഈ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. നീലിമ. ശരി ഗോകുൽ.